കുടുംബവിചാരത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ തുടർന്നുള്ള ഘട്ടം. ഒന്നാമത്തെ എപ്പിസോഡിൽ കുടുംബജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നുവല്ലോ. ഇന്ന് കുടുംബജീവിതത്തിൻ്റെ തുടർന്നുള്ള ഘട്ടം, പ്രത്യേകിച്ച് ദൈവം ഒരു പൈതലിനെ നൽകുവാനായി ഒരു കുടുംബത്തെ ഒരുക്കുന്ന ഘട്ടം, ഒരു പൈതലിനെ സ്വീകരിച്ച ശേഷം എങ്ങനെയാണ് മുൻപോട്ടേക്ക് പോകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ കുടുംബവിചാരത്തിൽ നാം ചിന്തിക്കുന്നത്. ദൈവം മനുഷ്യനെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചാക്കി, അതിനുശേഷം ദൈവം തൻ്റെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കർമ്മം നിർത്തുകയും മനുഷ്യനോട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ദൈവ ഉദ്ദേശങ്ങളിലൊന്ന് കുടുംബജീവിതത്തിലൂടെ അടുത്ത തലമുറകൾ ഈ ലോകത്തിൽ രൂപപ്പെടുക എന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനായിട്ട് ഓരോ ദമ്പതികളെയും ദൈവം ഒരുക്കുകയാണ്. ധ്യാനപൂർവം പ്രാർത്ഥനയോടെ ദൈവം നൽകുന്ന തലമുറകളെ സ്വീകരിക്കാനായി ഇടയാവുക എന്നത് ഏറെ അനുഗ്രഹകരമായ അനുഭവമാണ്. ഇരുവരും പ്രാർത്ഥനയോടെ ഒരുങ്ങുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻസി ടൈം തുടക്കം മുതൽ ഒടുവിൽ വരെയും വളരെ ധ്യാനപൂർവം പ്രാർത്ഥനയോടെ എത്രമാത്രം മാതാപിതാക്കൾക്ക് ഒരുങ്ങാൻ സാധിക്കുന്നുവോ ആ ഗുണമേന്മ പൈതങ്ങളിലും ഉണ്ടാകും എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് വിശുദ്ധ കന്യകമറിയം ഉദരത്തിൽ കർത്താവിനെ വഹിച്ച ശേഷം വളരെ ധ്യാനപൂർവ്വം പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതകാലം ചിലവഴിച്ചു എന്നതിനെക്കുറിച്ച്, തിരുക്കുടുംബത്തെക്കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഓരോ കുടുംബവും ആ ഒരു പ്രഗ്നൻസി ടൈം വളരെയധികം ധ്യാനപൂർവ്വം പ്രാർത്ഥനയോടെ ദൈവം നൽകുന്ന അടുത്ത തലമുറയെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുങ്ങേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. തുടർന്ന് മുൻപോട്ടേക്ക് ദൈവം നൽകിയ പൈതലിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാ ഘട്ടവും മാതാപിതാക്കൾ മനസ്സിലാക്കുക എന്നത് ഏറെ പ്രധാനമുള്ള കാര്യമാണ്. അവെയർനെസ് അബൌട്ട് child's development or awareness about understanding the child development, കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചുമുള്ള ഒരു അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഓരോ കുഞ്ഞിനെയും കുടുംബത്തിലാണ് ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെ വളർത്തപ്പെടുന്നത്. നമുക്കില്ലാത്തതൊന്നും നമ്മുടെ കുഞ്ഞിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. നാം എങ്ങനെ സ്നേഹിക്കുന്നു, നാം എങ്ങനെ കരുതുന്നു, നാം എങ്ങനെ ലോകത്തെ കാണുന്നു, നാം എങ്ങനെ ദൈവത്തെ കാണുന്നു, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു നൽകുകയാണ്. കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തെക്കുറിച്ചും ഓരോ ഘട്ടത്തിലെയും മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും മാതാപിതാക്കൾ വളരെയധികം അവബോധം ഉള്ളവരായിരിക്കണം എന്നത് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഒന്ന് അവെയർനെസ്, രണ്ട് ബാലൻസ്. കുടുംബജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മാതാവും പിതാവും ജോലി ചെയ്യുന്നവരാകാം. അവിടെയാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കുഞ്ഞിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കുഞ്ഞിനോടൊപ്പം സമയം ചിലവഴിക്കാൻ, കുഞ്ഞിനോടൊപ്പം ഓരോ ഘട്ടവും മനസ്സിലാക്കി അവനെ ദൈവിക പദ്ധതിയിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദ ലോർഡ് ഡിസിപ്ലിൻസ് ദോസ് ഹി ലവ്സ്. തീർച്ചയായിട്ടും നല്ല ശിക്ഷണബോധത്തിൽ കുഞ്ഞിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ആശയവിനിമയം. കുടുംബജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ആശയവിനിമയമാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പരസ്പരമുള്ള ആശയവിനിമയത്തേക്കാൾ കൂടുതൽ ലിസൺ ചെയ്യാനുള്ള ഒരു മാനസിക നില ഉണ്ടാകണം എന്നതാണ്. കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തിലും കുഞ്ഞിന് നമ്മോട് വളരെ കാര്യങ്ങൾ പറയാനുണ്ടാകാം. കുഞ്ഞിനെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ലിസണിങ് മോർ ദാൻ ടോക്കിംഗ്.
കേൾക്കാൻ വേഗതയും പറയാൻ താമസവും. കൂടുതൽ ശ്രദ്ധിക്കുക എന്നത് മാതാപിതാക്കൾക്ക് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തിലും, ബാല്യത്തിലും കൗമാരത്തിലും ഓരോ ഘട്ടത്തിലും, പ്രത്യേകിച്ച് വളർച്ചയുടെ ആദ്യ നാളുകൾ, ഓരോ ആശയവിനിമയങ്ങളും, കുഞ്ഞിൻ്റെ ആശയവിനിമയങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, ശരിയായ സമയത്ത് പ്രതികരിക്കുന്ന, കരുതൽ നൽകുന്ന, നല്ല അടുപ്പം നൽകുന്ന മാതാപിതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നാം ഓർക്കാനായിട്ട് ഇടയാകണം. നാലാമത്, ഈ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിശ്വാസ രൂപീകരണം, ഫെയ്ത്ത് ഫോർമേഷൻ. ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസം നാം അറിയാതെ നാം അടുത്ത തലമുറയ്ക്ക് കൈമാറ്റപ്പെടുകയാണ്. പരസ്പരമുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. എത്ര ആഴമായി ഒരു മാതാവും പിതാവും യേശുവിനെ കാണുന്നു, കർത്താവിനെ കാണുന്നു, ദൈവവിശ്വാസമുള്ളവരാകുന്നു, ദേവാലയത്തെ കാണുന്നു, ആരാധനയെ കാണുന്നു, അതെല്ലാം നാം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. നാം എത്രമാത്രം ഗൗരവമായും ആഴമായും ദൈവവിശ്വാസം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാനാകുന്നുവോ അതാണ് ഒരു വിശ്വാസത്തിൻ്റെ തുടർച്ച സംഭവിക്കുന്നത്. സോ ഫെയ്ത്ത് ഫോർമേഷൻ ഓർ മോഡലിംഗ്, നമ്മുടെ ഓരോ കുഞ്ഞും നമ്മെ കണ്ടാണ് പഠിക്കുന്നത്. അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന, അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന, അപ്പനും അമ്മയും അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ എങ്ങനെ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും കാണുന്നു, അത് ഓരോ കുഞ്ഞും പകരപ്പെടുകയാണ്. ദൈവവിശ്വാസം സത്യത്തിൽ ഓരോ തലമുറകളിലേക്കും പകരപ്പെടുകയാണ്. ദൈവവചനം നമ്മെ അത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ ദൈവവിശ്വാസം കൈമാറുന്നത് ദൈവവചനത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട്. അതെ, ഈ വിശ്വാസം പകരാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ നിന്ന് തുടർന്നുള്ള ഘട്ടത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. ഒന്ന്, അവെയർനെസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ്. കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് അവബോധം ഉണ്ടാവുക. അതിനേക്കാൾ ഏറ്റവും പ്രധാനം, കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ധ്യാനപൂർവ്വം പ്രാർത്ഥനയോടെ ഓരോ കുടുംബവും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുക. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങി സ്വീകരിക്കുന്ന പൈതലിനെ ഓരോ ഘട്ടത്തിലും അവബോധത്തോടെ വളർത്തുക. മാത്രമല്ല, ഒരു വർക്ക് ലൈഫ് ബാലൻസ്, കൂടുതൽ സമയം കുഞ്ഞിന് നൽകാനായിട്ട് ഇടയായിത്തീരുക. ആശയവിനിമയം, പറയുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് മനസ്സ് കാണിക്കുക. മാത്രമല്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവവിശ്വാസം, തലമുറകളിലൂടെ നാം സ്വീകരിച്ച കർത്താവിലുള്ള വിശ്വാസം അടുത്ത തലമുറയ്ക്ക് നൽകാനുള്ള വലിയ ഉത്തരവാദിത്വവും കുടുംബജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ അനുഗ്രഹീതമായ കുടുംബജീവിതം ഈ ഘട്ടത്തിൽ നയിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. താങ്ക് യു.